നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. മാടായിപ്പാറയിലെ തെക്കിനാക്കൽ കോട്ടയുടെ സമീപത്താണ് തീപിടുത്തമുണ്ടായത്. ഏക്കർ കണക്കിന് പുൽമേടുകൾ അഗ്നിക്കിരയായി. ചൊക്ലിയിൽ ഓട്ടോയിൽ കടത്തിയ 45 ലിറ്റർ മാഹി മദ്യം പോലീസ് പിടികൂടി. വളയം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. തലശ്ശേരി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചിത്രകാര കൂട്ടായ്മ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജൈവ വൈവിധ്യ കേന്ദ്രമായ കണ്ണൂർ മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. ജൈവ വൈവിധ്യങ്ങളും പുൽമേടുകളും കത്തി ചാമ്പലായി. മാടായിപ്പാറയിലെ തെക്കിനാക്കൽ കോട്ടയുടെ സമീപത്താണ് തീപിടുത്തം ഉണ്ടായത്. ഏക്കർ കണക്കിന് പുൽമേടുകൾ അഗ്നിക്കിരയായി. അപൂർവ ഇനം പൂമ്പാറ്റകളും സസ്യജന്തു വൈവിധ്യങ്ങളും അഗ്നിക്കിരയായി. തെക്കിനാക്കൽ കോട്ടയുടെ കുന്നിൻ ചെരുവുകളിലാണ് തീ ആദ്യം പടർന്നത്. തുടർന്ന് മാടായിപ്പാറയിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റ് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമായി. സംഭവമറിഞ്ഞ് എത്തിച്ചേർന്ന മാടായി കോളേജിലെ BBA 3ാം വർഷ വിദ്യാർത്ഥികളായ 5 വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ ഇടപെടലാണ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്നത് തടഞ്ഞത്. മരക്കൊമ്പുകളുമായി എത്തി തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങി. വിദ്യാർത്ഥികളായ ഫർഹാൻ K, P അജ്നാസ്, മുർഷിദ്, റഷീദ്, PP നിവേദ്, ഋതുനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു. ചൊക്ലിയിൽ ഓട്ടോയിൽ കടത്തിയ 45 ലിറ്റർ മാഹി മദ്യം പോലീസ് പിടികൂടി. വളയം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ചൊക്ലി CP റോഡിൽ പെരിയാണ്ടി സ്കൂളിന് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ചൊക്ലി SI R രാകേശൻ സംഘവും മദ്യക്കടത്ത് പിടികൂടിയത്. KL 18U 3278 നമ്പർ ഓട്ടോയിൽ 3 ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം. 90 കുപ്പി മാഹി മദ്യമാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വളയം കല്ലുനിര സ്വദേശി കല്ലുപറമ്പത്ത് KP സുനിലിനെ അറസ്റ്റ് ചെയ്തു. തലശ്ശേരി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരമൊഴി എന്ന പേരിൽ ചിത്രകാര കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുട്ടിമാക്കുൽ ബിനീഷ് കോടിയേരി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചിത്രകാര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വരമൊഴി സംഘടിപ്പിച്ചു. കുട്ടിമാക്കുലിൽ ബിനീഷ് കോടിയേരി ഉദ്ഘാടനം ചെയ്തു. ഫൈനലിന് മുമ്പുള്ള ഒരു സെമി ഫൈനലായി തന്നെ നമുക്കിത് കാണണം. നമുക്കൊരു തുടർച്ച കിട്ടിയ ഒരു കാലഘട്ടത്തിൽ ഈ നാട് എങ്ങനെ മാറി എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നാട്ടിലെ നേട്ടങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലേക്ക്, ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഇടതുപക്ഷ സർക്കാരിന് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വികസനം എന്നുള്ളത് വെറും വാക്കല്ല എന്നുള്ളതും ഓരോരുത്തരുടെ ജീവിതത്തിലും അടയാളപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും ബോധ്യമാക്കിയ ഒരു 9.5 വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 10 വർഷമാണ് കടന്നു പോകുന്നത്. ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നൽകുവാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഈ നാട് ഇതുപോലെ തന്നെ നിലനിൽക്കുവാൻ വേണ്ടി, ഇതുപോലെ തന്നെ നമുക്ക് സൗഹാർദ്ദപരമായി ജീവിച്ചു പോകുമ്പോൾ അതിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വർഗീയ ശക്തികളെ തന്നെ കൃത്യമായി തടഞ്ഞു നിർത്തുവാനും ഇടതുപക്ഷത്തിന് സാധിക്കുന്നുണ്ട്. അത് സാധ്യമാവുന്നത് നേരത്തെ ഇവിടെ ചിത്രകാരന്മാരെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക രംഗത്തും എല്ലാ മേഖലയിലും വർഗീയ ശക്തികളും RSSന്റെയും കടന്നുകയറ്റം നടക്കുമ്പോൾ ആ RSSനെ തടഞ്ഞു നിർത്തിക്കൊണ്ട്, അത്തരത്തിലുള്ള വർഗീയ ശക്തികളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കുവാൻ, സ്വൈര്യത്തോടുകൂടി ജീവിക്കുവാൻ അവസരമുണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിന് ശക്തിയുള്ളത് കൊണ്ട് മാത്രമാണ്. പ്രദീപ് ചൊക്ലി അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ മുഖ്യാതിഥിയായി. സ്ഥാനാർത്ഥികളായ കാരായി ചന്ദ്രശേഖരൻ, K വിജില, ഷബിത, CN ജിതിൻ, ചിത്രകാരന്മാരായ സെൽവൻ മേലൂർ, KP മുരളീധരൻ, KP പ്രമോദ്, പ്രശാന്ത് ഒളവിലം എന്നിവർ പങ്കെടുത്തു. പന്ന്യന്നൂർ പഞ്ചായത്തിലെ 1ാം വാർഡിൽ പോരാട്ടം കനക്കുന്നു. LDF സ്ഥാനാർത്ഥിയായി CPMലെ നസീർ ഇടവലത്താണ് മത്സരിക്കുന്നത്. കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചും വീടുകൾ തോറും കയറി ഇറങ്ങിയും പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ് നസീർ.
പന്നന്നൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നാണ് നസീർ ഇടവലത്ത് മത്സരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടവും പന്നന്നൂർ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചാണ് നസീറിന്റെ പ്രചരണം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നസീർ ഇടവലത്തിന് ലഭിക്കുന്ന സ്വീകാര്യത ഏറെയാണ്. മീത്തലെ ചെമ്പാട് അരിയറപ്പോയിൽ നടന്ന LDF കുടുംബയോഗം CPM ചെമ്പാട് ലോക്കൽ സെക്രട്ടറി K. ജയരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവസാനം പഠിച്ച ഇപ്പൊ അവരിറക്കിയ നോട്ടീസിൽ പറഞ്ഞത് ഇവിടെ അയ്യരപ്പോയിൽ ഭാഗത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ആരംഭിക്കുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ചോ പറയാം, അയ്യരപ്പോയില് സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടെ ഗ്രൗണ്ടും ഉൾപ്പെടെ തുടങ്ങുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സ്പീക്കർ ഷാജിയല്ല അതിന്റെ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. അത് പഴുത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അത് പ്രാവർത്തികമാകാൻ വേണ്ടി പോവുകയാണ്. വലിയ മാറ്റമാണ് ഈ മേഖലയിൽ വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് UDF പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ടൊന്നും കാണണ്ട. UDFന്റെ പ്രവർത്തനം കുറച്ച് ശക്തിപ്പെട്ട് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ വോട്ടുകളും ചെയ്യിച്ചുകൊണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തിൽ നമുക്ക് ഇവിടുന്ന് നസീറിനെയും രാജേഷിനെയും പ്രസന്നയെയും വിജയിപ്പിക്കാൻ വേണ്ടി കഴിയണം. അവര് കൂടുതൽ വാർഡുകൾ അവർക്കുണ്ട്, നസീർ ഒറ്റ വാർഡിൽ. അപ്പോൾ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാൽ എന്താ ഗുണം? നിങ്ങളുടെ കൂടെ ഉണ്ടാവും. AP ജയരാജൻ അധ്യക്ഷനായി. K. അശോകൻ, സ്ഥാനാർത്ഥികളായ നസീർ ഇടവലത്ത്, P. പ്രസന്ന, AP രാജേഷ് എന്നിവർ സംസാരിച്ചു. K. സുനിത സ്വാഗതം പറഞ്ഞു. നിരവധി പ്രമുഖരും നസീർ ഇടവലത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് രംഗത്ത് വന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1-ൽ മത്സരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഏവർക്കും അറിയാവുന്ന നസീർ ഇടവലത്താണ്. നസീറക്കിയെ കുറിച്ചിട്ട് ഒരുപാട് നല്ല ഓർമ്മകൾ, വ്യക്തിപരമായ ഓർമ്മകളൊക്കെയുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. എൻ്റെ അച്ഛനോടൊപ്പം വളരെ അടുത്ത വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ് നസീർക്ക. എപ്പോഴും അച്ഛൻ വരുന്ന സമയത്തൊക്കെ തന്നെ അച്ഛനോടൊപ്പം കാണുന്നൊരു മുഖം കൂടിയാണ് നസീർ ഇടവലത്തിൻ്റേത്. നസീർ ഇടവലത്ത് ജനവിധി തേടുകയാണ്. നിങ്ങളൊരാളായി നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പരിചയത്തോടൊപ്പമാണ് നസീർക്ക ജനവിധി തേടുവാൻ വേണ്ടി വരുന്നത്. നസീർക്കയുടെ അടയാളം ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. നസീർ ഇടവലത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പ് അടയാളമായ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തിൽ നസീർ ഇടവലത്തിനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കുകയും അയാളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുമ്പോഴാണ് ഒരു സൗഹൃദം ആരംഭിക്കുന്നത്. ഈ സൗഹൃദമാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ തുടക്കം. ഇതുതന്നെയാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത് 2017 ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോഴാണ്. ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വിദ്യാലയത്തിന്റെ PTA പ്രസിഡന്റായിട്ട് ശ്രീ നസീർ ഇടവലത്ത് വരുമ്പോഴാണ് ഞാനത് പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സമയത്തും വിളിച്ചാൽ എപ്പോഴും എന്താവശ്യത്തിനും നമ്മുടെ വിദ്യാലയത്തിലായിക്കോട്ടെ, നമ്മുടെ വീടുകളിലായിക്കോട്ടെ, വിദ്യാർത്ഥികളുടെ ആവശ്യമായിക്കോട്ടെ, അധ്യാപകരുടെ ആവശ്യമായിക്കോട്ടെ, നാട്ടുകാരുടെ ആവശ്യമായിക്കോട്ടെ, എന്നും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ, വളരെ നിസ്വാർത്ഥമായി ഇടപെടുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ അവിടെ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ ആലോചിച്ചിരുന്നു, ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും വാർഡ് മെമ്പറായി അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലേക്ക് വരികയും ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ഇറങ്ങാനും കഴിവുള്ള ആ മനസ്സുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന്. ഇപ്പൊ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിലേക്ക് ശ്രീ നസീർ ഇടവലത്ത് തീർച്ചയായിട്ടും ജനവിധി തേടുകയാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. ആ ചിഹ്നത്തിൽ അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നല്ല വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വളരെ അഗൈവവമായ ബന്ധമാണ് പുലർത്തുന്നത്. സബ് ജില്ലാ കലോത്സവമായാലും സബ് ജില്ലാ ശാസ്ത്രമേള ഉൾപ്പെടെ എല്ലാ പരിപാടിക്കും രാവിലെ മുതൽ രാത്രി വരെ നമ്മോടൊപ്പം ചേർന്ന് തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. UDFന് വേണ്ടി മുഹമ്മദ് റഫീഖ് പാറയിൽ, NDAക്ക് വേണ്ടി P. വിവേകുമാണ് മത്സര രംഗത്തുള്ളത്. തലശ്ശേരി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലെ ബിരുദദാന ചടങ്ങ് ഗ്രാഡിയസ്റ്റ 25 ഡിസംബർ 6 നടക്കും. രാവിലെ 10 മണി മുതൽ തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷന്റെ കീഴിൽ തലശ്ശേരി മന്നയാട് കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. പാരാമെഡിക്കൽ രംഗത്തുള്ള ഫിസിയോതെറപ്പി, BSc MLT, മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ ബയോകെമിസ്ട്രി ഡിഗ്രി കോഴ്സുകളും ഫിസിയോതെറപ്പിയുടെ PG കോഴ്സായ മാസ്റ്റർ ഫിസിയോതെറപ്പിയാണ് നമ്മുടെ കോളേജിൽ നടത്തി വരുന്നത്. ഈ വരുന്ന
ഡിസംബർ 6 ശനിയാഴ്ച 114 കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയമാണ് ഞങ്ങളുടെ വെന്യൂ. ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഞങ്ങളുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീമതി കെ ലതിക മാഡമാണ്. അതിൻ്റെ ചീഫ് ഗസ്റ്റ് ആയി വരുന്നത് ഡോക്ടർ അനിൽകുമാർ. അദ്ദേഹം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc മെഡിക്കൽ മൈക്രോബയോളജി എന്നീ കോഴ്സുകളുടെ ബിരുദദാന ചടങ്ങാണ് നടക്കുക. സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ HOD MV അനിൽകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കോളേജ് ചെയർമാൻ കെ ലതിക അധ്യക്ഷയാവും. വാർത്താ സമ്മേളനത്തിൽ MD C മോഹനൻ, പ്രിൻസിപ്പൽ VT സജി, ഡെവലപ്മെന്റ് ഓഫീസർ ജിജു ജനാർദ്ദനൻ, മെഡിക്കൽ മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ കവിത എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം.
ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. ശ്രീ കൊട്ടിയൂര് നെയ്യമൃത് സമൃദ്ധിയുടെ വാർഷിക കലണ്ടർ പ്രകാശനം ചെയ്തു. മുന്നോക്ക സമുദായം കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. കൊട്ടിയൂർ നെയ്യമൃത് സമിതിയുടെ വാർഷിക കലണ്ടർ മുന്നാക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർക്ക് നൽകി പ്രകാശനം ചെയ്തു. സമിതി പ്രസിഡന്റ് പ്രദീപ് കുന്നത്ത് അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ, ദേവസ്വം മാനേജർ നാരായണൻ, സന്തോഷ്, തൃക്കാപ്പാലം മഠം കാരണവർ മാധവൻ നായർ, തൂണേരി മഠം കാരണവർ വിശ്വമോഹനൻ മാസ്റ്റർ, എടവന മഠം കാരണവർ രാമകൃഷ്ണൻ മാസ്റ്റർ, സുജിത് മാവില, ശരവണകുമാർ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി പ്രവീൺ കുമാർ സ്വാഗതവും പി സേതുമാധവൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നെയ്യമൃത് മഠം പുനരുദ്ധാരണത്തിനുള്ള സമിതിയുടെ ധനസഹായ വിതരണവും നടന്നു. മാറ്റി നിർത്താതെ ചേർത്തു നിർത്തൂ എന്ന സന്ദേശം ഉയർത്തി ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി ബൈറൂഹ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഹോപ്പ് ഏർലി ഇന്റർനാഷണൽ സെന്ററിലെ കുട്ടികളും പരിശീലകരും ചേർന്ന് നഗരത്തിൽ പ്രചരണ യാത്ര നടത്തി. യാത്ര സെന്റർ പരിസരത്ത് ഡയറക്ടർ ഡോക്ടർ ബി കെ സുജാത ഫ്ലാഗ് ഓഫ് ചെയ്തു. സെന്റർ പരിസരത്ത് യാത്ര ഡയറക്ടർ ഡോക്ടർ ബി കെ സുജാത ഫ്ലാഗ് ഓഫ് ചെയ്തു. സെന്ററിലെ കുട്ടികൾ പരിശീലകരുടെ സഹായത്തോടെ തയ്യാറാക്കിയ ലഘു മധുര വിഭവങ്ങൾ പ്രചരണ യാത്രയുടെ ഭാഗമായി വിതരണം ചെയ്തു. നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും സന്ദർശിച്ചാണ് മാറ്റി നിർത്താതെ ചേർത്തു നിർത്തൂ എന്ന സന്ദേശം ഉയർത്തി പ്രചരണ യാത്ര സംഘടിപ്പിച്ചത്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, KSRTC ഡിപ്പോ എന്നിവിടങ്ങളിലെ ജീവനക്കാർ കുട്ടികളെ സ്വീകരിക്കുകയും മധുരം നൽകുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടികൾക്ക് പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ TV ബിജു പ്രകാശ് കുട്ടികളെ ചേർത്ത് കേക്ക് കട്ട് ചെയ്തു. മാക്സിമം വന്നിട്ടെ മോളെ. പോലീസ് സ്റ്റേഷൻ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി. വലിയ തോക്ക് ഉൾപ്പെടെ കുട്ടികൾക്ക് പോലീസ് പരിചയപ്പെടുത്തി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ അനുഭവമാണ് കുട്ടികളോടൊപ്പം ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങളെന്ന് TV ബിജു പ്രകാശ് പറഞ്ഞു. സർവീസ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഒരു മഹത്തായ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു കാഴ്ച ഞാൻ ഇപ്പം ആദ്യമായാണ് ഈ സെൻ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നതും ഈ കണ്ട് ഫെമിലറൈസ് ചെയ്യുന്നത് ഇന്ന് ആദ്യമായാണ്. ഇത് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം വളരെ സൗജന്യമായാണ് ഈ ഇത്തരം കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല റിസൾട്ട് ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുക എന്ന മഹത്തായ വചനം വളരെ അന്വർത്ഥമായ ഒരു വാക്യമാണ് ഈ ഡിസംബർ 3 ഈ ഡിഫറൻ്റ് ലേബിൾഡ് ഈ ഭിന്നശേഷി ദിനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആചരിച്ചു വരുന്നത്. വളരെ ഓരോ മനുഷ്യനും ഈ ആപ്തവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് അവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഭിന്നശേഷി നേരിടുന്ന കുട്ടികളെ ചേർത്ത് നിർത്തുന്ന ഇത്തരം പരിപാടികൾ അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മെയിൻ റോഡ് ചുമട്ടുതൊഴിലാളി കേന്ദ്രം, മുനിസിപ്പാലിറ്റി ഹരിതകർമ്മസേന, പുതിയ ബസ് സ്റ്റാൻഡ്, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയ തൊഴിലിടങ്ങളിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഭിന്നശേഷി ദിന സന്ദേശം നൽകി. ബോധവൽക്കരണ ദിന സന്ദേശ യാത്രയ്ക്ക് ബൈറൂഹ ഫൗണ്ടേഷൻ ട്രസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് നസീബ്, ട്രഷറർ നസീം, സെൻട്രൽ ചെയർമാൻ മുനീർ അറയിലകത്ത്,
ഡെപ്യൂട്ടി ഡയറക്ടർ നിഷിൻ രത്നകുമാർ, അഡ്മിനിസ്ട്രേറ്റർ MP കരുണാകരൻ, വിവിധ വിഭാഗം തെറാപ്പിസ്റ്റുകൾ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ ഭക്തജനപ്രവാഹം. നാടിന്റെ നാനാഭാഗത്തു നിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുക്കാനായി ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് 15ാമത് പൊങ്കാല സമർപ്പണം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് തർണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി മുരളി നമ്പൂതിരി, പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി കൊളുത്തി. ഈ പവിത്രമായ കർമ്മത്തിന്റെ നിരവധി ഭക്തരാണ് 15ാമത് പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ആരംഭിച്ചു പോവുകയാണ്. അനുസരിച്ച് ലക്ഷ്മി ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദേവി നാരായണ, നാരായണ, അംബേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പതിവ് പൂജകൾക്ക് പുറമെ ദീപാരാധന, നെയ്വിളക്ക് സമർപ്പണം, ഭജന, പൂമൂടൽ, അത്താഴപൂജ, പ്രസാദഊട്ട്, പ്രഭാത ഭക്ഷണം, അന്നദാനം എന്നിവയും നടന്നു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് OV സുഭാഷ്, സെക്രട്ടറി ഷാജി കൊള്ളുമ്മൽ, പ്രദീപൻ, CH പ്രഭാകരൻ, പവിത്രൻ കൂലോത്ത്, CV രാജൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ സമിതിയുടെ പ്രവർത്തനം ഇന്ന് വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രദേശത്ത് ഒന്നുമില്ലാത്ത അമ്മയ്ക്ക് നേരിട്ട് ഒരു വഴിപാട് സമർപ്പണം, ഒരു നൈവേദ്യ സമർപ്പണം നടത്താൻ സ്ത്രീകൾക്ക് കിട്ടുന്ന അസുലഭ സന്ദർഭമാണ് നമ്മൾക്ക് സന്തോഷകരമായ രീതിയിലൂടെ നടത്താൻ സാധിച്ചത്. ഇവിടെയുള്ള വന്നു ചേർന്ന മുഴുവൻ ആളുകൾക്കും വളരെ തെളിഞ്ഞ കാലാവസ്ഥ, ഇന്നലെ വരെ ഉണ്ടായ ആശങ്കകളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു തെളിഞ്ഞ കാലാവസ്ഥയിൽ എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടുകൂടി ഭക്തിയോടുകൂടി പൊങ്കാല സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ഗ്രാമപ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ അത് നുകർന്നുകൊണ്ട് ഇതിൻ്റെ വിശേഷണങ്ങൾ ലോകത്ത് അറിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ് മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് പൊങ്കാല എന്നുള്ളത്. തീർച്ചയായും വളരെ ചാരിതാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ 2 ദിവസം മുമ്പ് വരെ ഏതാനും പൊങ്കാലകൾ വന്നപ്പോൾ ആശങ്കാകുലരായ സമിതി അംഗങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരത്തോടെ അത്ഭുതം സംഭവിക്കുന്ന രീതിയിലാണ്, അത്ഭുത പ്രതിഭാസമാണ് ഇന്നലെ മുതൽ ഇങ്ങോട്ട് ഉള്ള മണിക്കൂറുകൾ നടന്നത് എന്നുള്ളതാണ്. നമുക്ക് ആശങ്കയുണ്ടായിരുന്നു തീർച്ചയായും ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ സൗകര്യം മതിയോ എന്നുള്ളത്. എങ്കിലും കൃത്യമായി ക്ഷേത്രസമിതിയുടെ കൃത്യമായ ഇടപെടൽ, അതുപോലെ തന്നെ 10ഓളം വിവിധ ഉപസമിതികളുടെ പ്രവർത്തനങ്ങൾ, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും.
അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കതിരൂർ മീത്തലെ വേങ്ങേരി ശ്രീ പൊട്ടൻകാവ് ആണ്ടുതിറ മഹോത്സവവും ചെങ്കുരുതി വീത് മഹാകർമ്മവും ഡിസംബർ 6, 7, 8 തീയതികളിൽ നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 6-ന് നട തുറക്കൽ, വൈകിട്ട് 3-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, വൈകിട്ട് 6-ന് ദീപാരാധന, 8-ന് നൃത്തനൃത്യങ്ങൾ, ഞായറാഴ്ച രാവിലെ 9-ന് കാവുണർത്തൽ, ഉച്ചപൂജ, വൈകിട്ട് 4-ന് ഭഗവതിയുടെ മാറെഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം ചെങ്കുരുതി വീത് മഹാകർമ്മം, രാത്രി 9-ന് ഗുളികൻ വെള്ളാട്ടം, 10-ന് രക്തചാമുണ്ടിയുടെ വെള്ളാട്ടം, ശ്രീ പൊട്ടൻ ദൈവത്തിന്റെ മുഖപൂജ, കൊട്ടിപ്പാടൽ എന്നിവ നടക്കും. ഡിസംബർ 6-ാം തീയതി കാലത്ത് 6 മണിക്ക് നട തുറന്ന് ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചക്ക് 1 മണിക്ക് ഉച്ചപൂജയാണ്. വൈകുന്നേരം 3 മണിക്ക് കലവറക്കൽ ഘോഷയാത്ര. അത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രഭാത സായാഹ്ന ശാഖയുടെ പരിസരത്തു നിന്ന് ആരംഭിച്ച് കതിരൂർ സൂര്യനാരായണ ക്ഷേത്ര പരിസരത്തോടുകൂടി ഏകദേശം 6 മണിയോടുകൂടി നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ പതിവായിട്ട് നടക്കാറുള്ള സംഗീത അർച്ചന, തുടർന്ന് ആ പ്രദേശവാസികളുടെ ഒക്കെയുള്ള നൃത്തനൃത്യങ്ങളും മറ്റ് കലാപരിപാടികളും അരങ്ങേറും. 2025 ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച കാലത്ത് 6 മണിക്ക് നട തുറന്ന് ക്ഷേത്രകർമ്മങ്ങൾ ആരംഭിക്കും. 9 മണിക്ക് വെറ്റില കൈനീട്ടത്തോടുകൂടി കാവുണർത്തൽ ചടങ്ങും, തുടർന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ക്ഷേത്ര പതിവ് പൂജകൾ, ഉച്ചക്ക് ഉച്ചപൂജ, വൈകിട്ട് 4:30-ന് മറ്റൊരു പ്രധാന ചടങ്ങാണ്. വൈകിട്ട് 4:30-ന് ഭഗവതിയുടെ മാറെഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ട തറവാട് വീട്ടിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അമ്പടിയോടുകൂടി നമ്മൾ കതിരൂർ വഴി സൂര്യനാരായണ ക്ഷേത്രം വഴി കാവിലേക്ക് എത്തിച്ചേരുന്നു. തുടർന്ന് ദീപാരാധന. അതിനുശേഷമാണ് വടക്കേ മലബാറിലെ അത്യപൂർവ ക്ഷേത്രങ്ങൾ മാത്രം കണ്ടുവരുന്ന ഒരു ചെങ്കുരുതി വീത് മഹാകർമ്മം എന്നുള്ള ഒരു പ്രധാന ചടങ്ങ് കൂടിയുണ്ട്. തുടർന്ന് 9 മണിക്ക് വെള്ളാട്ടം ഗുളികൻ വെള്ളാട്ടമാണ്. ഗുളികൻ വെള്ളാട്ടത്തിന് ഭക്തന്മാരുടെ നേർച്ചയായി കഴിക്കുന്ന ഏകദേശം 10ഓളം ഗുളികൻ വെള്ളാട്ടങ്ങളും ക്ഷേത്ര വെള്ളാട്ടവും ഒക്കെ ഉണ്ട്. രാത്രി 10:30-ന് രക്തചാമുണ്ടിയുടെ വെള്ളാട്ടം, 11:30-ന് പൊട്ടൻ ദൈവത്തിന്റെ കൊട്ടിപ്പാടലും മുഖപൂജയും ഉണ്ടാകുക. ഡിസംബർ 8-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്ക് ഗുളികൻ ദൈവത്തിന്റെ തിറ കെട്ടിയാടും. തുടർന്ന് 4 മണിക്ക് രക്തചാമുണ്ടിയുടെ തിറ. രാവിലെ 7 മണിക്ക് ഗുളികൻ ദൈവത്തിന്റെ കരിങ്കലശവും തിരുമുടി അഴിക്കലും. തുടർന്ന് 9 മണിക്ക് രക്തചാമുണ്ടി ഭഗവതിയുടെ പാരണ കളിയാമ്പള്ളി.
എന്ന ചടങ്ങും മുടിയഴിക്കലും. തിങ്കളാഴ്ച പുലർച്ചെ 2-ന് ഗുളികൻ തിറ, 4-ന് രക്തചാമുണ്ടിയുടെ തിറ, രാവിലെ 7-ന് ഗുളികൻ ദൈവത്തിന്റെ കരിങ്കലശവും തിരുമുടി അഴിക്കലും, രാവിലെ 9-ന് രക്തചാമുണ്ടി ഭഗവതിയുടെ പാരാണ കണിയാമ്പള്ളിയും മുടിയഴിക്കലും, പൊട്ടൻ തിറ, പൊട്ടൻ ദൈവത്തിന്റെ മേലേരിപ്പിണക്ക്, പൊട്ടൻ ദൈവത്തിന്റെ കുട്ടിയൂട്ട്, വാദ്യമേള സമർപ്പണം, കഴകം ഊതിയടയ്ക്കൽ എന്നിവ നടക്കും. തിങ്കളാഴ്ച പ്രസാദ സദ്യയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ആചാര്യൻ ജിതേഷ് പണിക്കർ, ക്ഷേത്രം സെക്രട്ടറി കെ ജയരാജൻ, കമ്മിറ്റി അംഗങ്ങളായ യു രമേശ്, പി പ്രസാദ്, അരുൺകുമാർ, കെ വേണു, ക്ഷേത്രം ശാന്തി, MV അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു. പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനം നടത്തി. ജാതിമത ഭേദമന്യേ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ 36ാം വാർഷികോത്സവമാണ് 2, 3, 4 തീയതികളിലായി നടന്നത്. ചൊവ്വാഴ്ച പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, നവക പഞ്ചഗവ്യ പൂജ എന്നിവ നടന്നു. ബുധനാഴ്ച നിർമ്മാല്യ ദർശനത്തിന് ശേഷം ഗണപതി ഹോമം, ഉഷപൂജ, നവക പഞ്ചഗവ്യ പൂജ, ഉച്ചപൂജ, നടതുറക്കൽ, ദീപാരാധന എന്നിവ നടന്നു. 3-ാം ദിവസമായ വ്യാഴാഴ്ച പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, കലശാഭിഷേകത്തോടുകൂടി ഉച്ചപൂജ, അന്നദാനം എന്നിവ നടന്നു. 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. അന്നദാനത്തിനും നിരവധി ആളുകൾ പങ്കാളികളായി. പാനൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ NDAയിലെ T സുരേന്ദ്രൻ, വാർഡ് 1-ലെ UDF സ്ഥാനാർത്ഥിയായ ഷമീന, LDF സ്ഥാനാർത്ഥിയായ ഹഫ്സത്ത്, 2-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി തളത്തിൽ ഗിരിജ, 4-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി MY സലീം, 30-ാം വാർഡിലെ BDJS സ്ഥാനാർത്ഥി MK രാജീവൻ എന്നിവരടക്കം അന്നദാനത്തിൽ പങ്കാളികളായി. നെല്ലാച്ചേരി ശ്രീ അയ്യപ്പ ഭജനമഠത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം 2 ദിവസങ്ങളിലായി നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഇല്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വിവിധ ചടങ്ങുകളും വർണ്ണശബളമായ ഘോഷയാത്രയും അന്നദാനവും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും.
കണ്ണൂർ മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. മാടായിപ്പാറയിലെ തെക്കിനാക്കൽ കോട്ടയുടെ സമീപത്താണ് തീപിടുത്തമുണ്ടായത്. ഏക്കർ കണക്കിന് പുൽമേടുകൾ അഗ്നിക്കിരയായി. ചൊക്ലിയിൽ ഓട്ടോയിൽ കടത്തിയ 45 ലിറ്റർ മാഹി മദ്യം പോലീസ് പിടികൂടി. വളയം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. തലശ്ശേരി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചിത്രകാര കൂട്ടായ്മ സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.